ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ആ വീടിൻ്റെ കന്നിമൂലയാണ്. എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷൻ ഉണ്ടെന്ന് കണക്കുണ്ട്. അപ്പോൾ വാസ്തു പുരുഷൻ്റെ പാദം വരുന്നത് തെക്ക് പടിഞ്ഞാറാണ്. ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ചുവടുകളാണല്ലോ, പാദങ്ങളാണല്ലോ. അപ്പോൾ ആ കന്നിമൂല, അതായത് പാദം നഷ്ടപ്പെട്ടു പോയൊരു വീടെന്ന് പറയുന്നത് നിലനിൽപ്പ് ആകെ അവതാളത്തിലാവും. അതുകൊണ്ട് ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അങ്ങനെ നിങ്ങളുടെ തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നിങ്ങൾ ആ തെക്ക് പടിഞ്ഞാറിനെ തിരിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് വീട്ടുകാർ തെക്ക് പടിഞ്ഞാറ് നഷ്ടപ്പെട്ടു പോലും അറിയാതിരിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ഇവർ സ്വയം ഒന്ന് കറങ്ങി നോക്കും. കുഴപ്പമൊന്നുമില്ല, ദോഷമൊന്നും വന്നിട്ടില്ല, എൻ്റെ തെക്ക് പടിഞ്ഞാറുണ്ട് എന്ന് ഇവർ സ്വയം ധരിക്കും. പക്ഷേ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇവരൊന്ന് കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് കന്നിമൂല ഇല്ലായിരുന്നു എന്ന്. അപ്പോൾ നേരത്തെ പരിഹരിച്ചിരുന്നെങ്കിൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് ഇവർക്ക് സ്വയം തോന്നും. 2-3 ഉദാഹരണങ്ങൾ പറയാം. ഇത് ഒരു വീടാണ്. ഇത് സൗത്ത്, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് സൗത്ത് ഈസ്റ്റ്, ഇത് സൗത്ത് വെസ്റ്റ്, ഇത് നോർത്ത് വെസ്റ്റ്, ഇത് നോർത്ത് ഈസ്റ്റ്. ഈ വീട്ടിൽ കന്നിമൂല പോയിട്ടുണ്ട്. മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ കന്നിമൂല എന്ന് പറയുന്നത് താൻ്റെ ഇവിടെയാണ്. അതായത് ഇത്രയും ഭാഗം ഇവരിവിടെ ഒരു ചെറിയ വീതി, ചിലപ്പോൾ ഒരടി പോലും കാണത്തില്ല, ഇവിടെ ഒഴിവാക്കി, കണ്ടോ? എന്നിട്ട് ഇവിടെ നിന്നും ഒരു ചരട് പിടിച്ചു. ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്ന ഈ പോയിന്റാണ് യഥാർത്ഥ ഇവരുടെ കന്നിമൂല. ഇത് ഈ വീട്ടിൽ അവർക്കില്ല. അപ്പോൾ ഇതെന്താണ്? കന്നിമൂല നഷ്ടപ്പെട്ടു പോയ വീടാണ് അല്ലേ? കന്നിമൂല വിട്ടു പോകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും. എന്തുകൊണ്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും? എല്ലാ വീട്ടിലും ഒരു വാസ്തു പുരുഷനുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് ശിരസ് വെച്ച് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പാദം വെച്ച് വാസ്തു പുരുഷൻ കിടക്കുന്നു. അപ്പോൾ ആ വടക്കിഴക്ക് ഭാഗത്തു നിന്നാണ് വീട്ടിലേക്കുള്ള മാഗ്നറ്റിക് എനർജി കടന്നു വരുന്നത്. അത് എവിടെ പോയി സ്റ്റോർ ചെയ്യും? തെക്ക് പടിഞ്ഞാറ് പോയി സ്റ്റോർ ചെയ്യുന്നതാണ് വാസ്തുവിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു വരുന്ന ഈ ഒരു സ്ക്വയർ ഇവിടെ കംപ്ലീറ്റ് അല്ലാത്തതിൻ്റെ പേരിൽ ഇവർക്ക് സമ്പത്ത് നിൽക്കാതെ പോകും. ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ ഊരി തെറിച്ച് പോകുന്നതായിട്ട് ഇല്ല. പക്ഷേ ഈ വീട്ടുകാരുടെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇവർ ഒന്നുകിൽ നിലവിളിച്ചുകൊണ്ട് പറയും, സാറേ 10 പൈസ കയ്യിൽ നിൽക്കുന്നില്ല, പൈസ വരുന്നുണ്ട്, അതിൻ്റെ 10 ഇരട്ടി ചിലവാണ്, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല എന്നവർ പറയാം. അതല്ലെങ്കിൽ നമുക്കിത് കണ്ടുകൊണ്ട് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ പൈസ നിൽക്കുന്നില്ലല്ലോ, പൈസയുടെ അധിക ചിലവല്ലേ, പൈസ വന്നാൽ കയ്യിൽ നിൽക്കത്തില്ലല്ലോ എന്ന് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. ഇത് രണ്ടിലും മറുപടി ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇത്തരത്തിൽ സംഭവിക്കാം. ഇനി ഇത് അല്ലാതെ ചില പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ സൗത്ത് വെസ്റ്റ് ഭാഗം അവർക്ക് പോയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് അവർ വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങും കുഴപ്പമില്ല. ഇവരുടെ അടുക്കള നോർത്ത് വെസ്റ്റിലായിരുന്നു. അപ്പം ഒറ്റ അടുക്കള മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ. ഇവർക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സൗകര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെന്ത് ചെയ്തു? ഒരു 5 അടി നീളത്തിൽ ഇത്രയ്ക്കും വേണ്ടി ഒരെണ്ണം വെച്ചു. അപ്പോൾ ഇവർ വെക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഒരു സംശയം, ഇനി എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടാകുമോ? ഇവരുടനെ ഇവരുടെ വാസ്തു നോക്കി ആളിനെ വിളിച്ചു ചോദിച്ചു, നമുക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയൊരു ചായ്പ് ഇറക്കിക്കോട്ടെ, നമുക്കിത് പാത്രങ്ങൾ കൊണ്ട് കഴുകി ഇറങ്ങാനും മഴ സമയത്തൊക്കെ ഇറങ്ങാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു ചെറിയ ഷീറ്റ് ഇട്ടെടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ഈ നിലവിലുള്ള ഹൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ 1 അടി താത്തുകൊണ്ട് അവിടെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? പുറത്തേക്ക് 1 അടി താത്തുകൊണ്ട് ചെയ്തു. പക്ഷേ ഇവരുടെ ഇത് ചെയ്തതിന് ശേഷം അടുത്ത കുറേ നാളുകൾക്ക് ശേഷം ഇവരുടെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല. ഭാര്യയും ഭർത്താവും തങ്ങളിൽ വഴക്ക്. എന്താണ് സംഭവം എന്നുള്ളവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇവരിയ്ക്കുമ്പോഴത്തേക്ക് ഒരു വാസ്തുക്കാരനെ വിളിച്ചു കാണിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഫെങ്ഷുയിക്കാരനെ വിളിച്ച് കാണിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അദ്ദേഹം കറക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പറയും, നിങ്ങളുടെ കന്നിമൂല പോയി. അതെങ്ങനെ സാറേ കന്നിമൂല പോയത്? ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊരു വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്, സംഭവം ശരി തന്നെ. പക്ഷെ കന്നിമൂലയിൽ നമ്മൾ തൊട്ടിട്ടില്ല. കന്നിമൂലയിൽ നമ്മൾ ഒരു കാര്യവും ചെയ്തിട്ടില്ല. നിങ്ങൾ കന്നിമൂലയിൽ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം പുറത്തേക്ക് ഇറക്കിയപ്പോൾ അതിന് സമാന്തരമായി ഈ ഭാഗം ഇല്ലാതെ വന്നപ്പോൾ ഈ പടിഞ്ഞാറും ഈ തെക്ക് പടിഞ്ഞാറും നിങ്ങൾക്ക് മിസ്സിംഗ് ആയി.
ഇപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെറിയൊരു വർക്ക് ഏരിയ ചെയ്തപ്പോൾ ഇവർക്ക് 3 ദോഷങ്ങളുണ്ടായി. ഒന്നെന്താണ്, വർക്ക് ഏരിയ വന്നിട്ട് ഇവിടെ ഒരു ദോഷം വന്നു. രണ്ടെന്താണ്, ഇവിടെ മിസ്സിംഗ് ആയി, ഇവിടെയും മിസ്സിംഗ് ആയി, കന്നിമൂലയും പോയി. ഇത് ഇവരറിഞ്ഞിട്ട് പോലും ഇല്ല ഇവരുടെ കന്നിമൂല പോയിട്ടുണ്ടെന്നുള്ളത്. ഇനി വേറൊരു കാര്യം പറയാം. ഇവര് ഒരു കിഴക്ക് ദർശനമുള്ള വീടാണെന്ന് വെച്ചോ. ഇവരിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇവരൊരു വണ്ടി വാങ്ങിയപ്പോഴത്തേക്ക് വണ്ടിക്ക് ഇടാനായിട്ടൊരു സ്ഥലം വേണം. ഇവരെന്ത് ചെയ്തു, പല യൂട്യൂബിലും കണ്ടപ്പോഴത്തേക്ക് തെക്ക് കിഴക്ക് ഭാഗം കാർ പോർച്ച് നല്ലതാണെന്ന് കണ്ടു. ഇവര് ഒരു GI പൈപ്പ് അവിടെ കൊടുത്തു, ഒരു GI പൈപ്പ് ഇവിടെ കൊടുത്തു. ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഈ ഭിത്തിയിലേക്ക് പിടിപ്പിച്ചു, ഇവിടെ നിന്ന് ഒരു പൈപ്പ് ഈ ഭിത്തിയിലേക്ക് പിടിപ്പിച്ചു. ഇവർ ഇത്രയും ഭാഗത്ത് ഒരു ഷീറ്റ് ഇട്ട് ഒരു കാർ പോർച്ച് പണിഞ്ഞു. വണ്ടി ഇടാൻ സ്ഥലം വേണോ അല്ലേ? കാർ പോർച്ച് പണിഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ, പുള്ളി ചെയ്യുന്ന പരിപാടികളെല്ലാം പരാജയങ്ങൾ, പുള്ളിക്ക് പേരുദോഷങ്ങൾ, ഭാര്യയും ഭർത്താവും തങ്ങളിൽ അടി. അപ്പോൾ എന്താണെന്ന് നല്ലൊരു കൺസൾട്ടനെ വിളിച്ച് കാണിച്ചാൽ അവർ പറയും ഈ പോർച്ച് പണിഞ്ഞതാണ് കാരണം. 2 പൈപ്പിട്ടൊരു ഷീറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നമോ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഇത് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ കന്നിമൂല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ കന്നിമൂല ഇവിടെയാണ് വന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റി? സൗത്ത് പോയി, സൗത്ത് വെസ്റ്റും പോയി. സൗത്ത് പോയപ്പോൾ നിങ്ങളുടെ പേരും പ്രശസ്തിക്കും എല്ലാം മങ്ങലേറ്റു. സൗത്ത് വെസ്റ്റ് പോയപ്പോൾ ഭാര്യയും ഭർത്താവും തങ്ങളിൽ അടിയായി. ഇത്തരത്തിലുള്ള വാസ്തുദോഷങ്ങൾ ഒരുപാട് വീടുകളിലുണ്ട്, ഒരുപാട് വീടുകളിലുണ്ട്. പക്ഷേ ഇവരറിയാതെ പോവുകയാണ്, ഇവരിതെല്ലാം അനുഭവിച്ച് തീർക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നല്ലൊരു കൺസൾട്ടനെ കാണിച്ച് വീട് പരിശോധിക്കുക, എന്നിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ യഥാവിധി ചെയ്യുക. ഉറപ്പായിട്ടും മാറ്റമുണ്ടാവും. ചില കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്ത് മാറ്റാനോ പൊളിച്ചു മാറ്റാനോ ഒന്നും പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്, അറിയാം. അത്രയും വീടുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് പിരമിഡുകൾ ഉപയോഗിച്ചിട്ടും ഫെങ്ഷുയുടെ ടൂളുകൾ ഉപയോഗിച്ചിട്ടും വാസ്തുവിൻ്റെ നിയമങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ആ വീടിനെ രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. 100-ൽ 100 വീടും പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, 95 വീടും ചെയ്യാനായിട്ട് പറ്റും. ഒരു വീടിൻ്റെ വാസ്തുദോഷം മാറാൻ വേണ്ടി ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒരു 4 എണ്ണം. ഇത് ഒരു ടോർട്ടോയ്സ് ആണ്. ഇത് നമുക്ക് എവിടെ വയ്ക്കാം? സ്വീകരണ മുറിയുടെ നോർത്തിൽ വയ്ക്കാം. ഇത് ഒരു ഫീനിക്സ് ബേർഡ് ആണ്, സ്വീകരണ മുറിയുടെ സൗത്തിൽ വയ്ക്കാം. ഇത് ഒരു വൈറ്റ് ടൈഗർ ആണ്, സ്വീകരണ മുറിയുടെ വെസ്റ്റിൽ വയ്ക്കാം. ഇത് ഒരു ഡ്രാഗൺ ആണ്, സ്വീകരണ മുറിയുടെ ഈസ്റ്റിൽ വയ്ക്കാം. ഒരു വീട്ടിൻ്റെ ദൃഷ്ടിദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ടർക്കിഷ് ബ്ലൂ ഐ എന്ന് പറയുന്ന ഈ ഒരു ടൂള് വാങ്ങിച്ച് പ്രധാന ഡോറിൻ്റെ സമീപത്ത് ഹാങ് ചെയ്യാം. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ. ഇത് കരിങ്ങാലി മാലയാണ്. ഇത് ഒരുപാട് റിസൾട്ടുള്ളൊരു മാലയാണ്. ഇതിനകത്ത് നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനും എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ശരീരത്തിൽ ധരിക്കാവുന്നതാണ്. ഇത് ഒരുപാട് ഉപയോഗമുള്ളൊരു മാലയാണ്. അപ്പം നിങ്ങൾക്ക് നെറ്റിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെ പ്രയോജനങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഒരുപാട് ഫിലിം സ്റ്റാർസൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ കയ്യിലിരിക്കുന്ന വടി ഇത് കരിങ്ങാലി വടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാല ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കൺസൾട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള മാലകളൊക്കെ ധരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.